ഹലോ എവ്രി വൺ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്ട്രെസ്സില്ല, ടെൻഷനില്ല, അവർ സ്ട്രെസ് ഫ്രീ ആയിട്ട് നടക്കുന്ന കുട്ടികളാണെന്നാണ്, അല്ലേ? പക്ഷേ യാഥാർത്ഥ്യം അതാണോ? നമ്മളും ഈ ഒരു ജേണി കഴിഞ്ഞ് വന്നവരാണ്, അല്ലേ? അക്കാദമിക് പ്രഷർ, പാരൻ്റൽ എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ പിയർ കമ്പാരിസൺ, സ്കൂൾ എൻവിയോൺമെൻറ്റ്, ഇതെല്ലാം കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി സ്ട്രെസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഫേസിൽ നിന്ന് നമുക്ക് വിസിബിളായിട്ട് അത് കാണാൻ സാധിക്കില്ല. ചില കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവരായിരിക്കും, ചിലർ ഭയങ്കര അഗ്രസീവായിരിക്കും, ചില കുട്ടികൾ ഭയങ്കര ക്വയറ്റായിട്ട് മിണ്ടാതിരിക്കുന്ന കുട്ടികളായിരിക്കും. അതുകൂടാതെ തന്നെ ചില ഫിസിക്കലായിട്ടുള്ള സിംറ്റംസുകളും അവർക്ക് കാണാനായിട്ട് സാധിക്കും. വയറുവേദന, തലവേദന, ഉറക്കക്കുറവ്, ഭക്ഷണക്രമത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ വരിക, ഇതെല്ലാം ഒരു സ്ട്രെസ്സിൻ്റെ കോമൺ സൈൻസ് ആണ്. ഇനി ആസ് എ പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, അവർക്ക് ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് വൺ, അവോയ്ഡ് കമ്പാരിസൺ. ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഹാസ് എ ഡിഫറെൻറ്റ് പേസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് അവരെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. തേർഡ് വൺ, ആക്റ്റീവ് ലിസണിങ്. പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. അവരുടെ ഇമോഷൻസ് അവർ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാനായിട്ട് പഠിക്കുക. ഫോർത്ത് വൺ, വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. അവരുടെ ഫീലിങ്സ് അവർ പറഞ്ഞു വരുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സേഫാണ് എന്നൊരു തോട്ട് അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി സ്ട്രെസ്ഡ് ആണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ അതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിലേക്ക് കിടക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിൻ്റെയോ പ്ലേ തെറാപ്പിസ്റ്റിൻ്റെയോ ഹെൽപ്പ് തേടാവുന്നതാണ്. റിമെമ്പർ, എ ഹെൽത്തി ചൈൽഡ്ഹുഡ് ക്രിയേറ്റ് എ ഹെൽത്തി അഡൾട്ട്സ്. താങ്ക് യു.